ഹായ്, നികിത റബിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് തന്നെ ബ്ലഡ് ടെസ്റ്റിന് അങ്ങോട്ട് പോയതാണ്. ഇവിടെ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് എവിടെയാണ് സ്ഥലം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലാബ് കണ്ടുപിടിച്ചത്. വാവ അത്രയും രാവിലെ ആയതുകൊണ്ട് ഉറക്കത്തുനിന്ന് എണീപ്പിച്ചതാണ്. ഭയങ്കര ഷാഡിയായിരുന്നു. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വാവ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ബാക്ക് സീറ്റിൽ പോയിട്ട് കിടക്കുകയാണ്. കൺസൾട്ടേഷന് നാട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഓൺലൈനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെയാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ വരുന്നത്. ബിഫോർ ദാറ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് പോയി ടെസ്റ്റൊക്കെ എടുത്ത് റിസൾട്ട് വാങ്ങണം. ഇവിടെ കണ്ടോ, ഇന്നലെ ഒരൊറ്റ മഴ പെയ്തിട്ട് ഇവിടെ നിറയെ വെള്ളമാണ്. ഏട്ടൻ പറയുന്നത്, നീയല്ലേ ഇവിടെ മഴ പെയ്യുന്നില്ല, വെള്ളപ്പൊക്കമില്ല എന്ന് പറയുന്നത്, ഒരൊറ്റ മഴ പെയ്തിട്ട് ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. കൂടുതൽ മഴ പെയ്താൽ എന്തായിരിക്കും ആലോചിക്കാമല്ലോ. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഈ കാണുന്ന എരുക്കിന്റെ ചെടികളാണ് കേട്ടോ. എവിടൊക്കെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഈ എരുക്ക് കാണാം റോഡ് സൈഡിലെല്ലാം. ഫൈനലി നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റിംഗ് ചെയ്യാനുണ്ട്. ഫാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷെ അവർ 7:30 വരാനാണ് പറഞ്ഞത്. എന്തായാലും ആ സമയത്ത് നമ്മൾ ബിഫോർ 7:30 നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എപ്പോൾ കൺസൾട്ടേഷൻ ഉണ്ടോ ബിഫോർ ദാറ്റ് അപ്പോഴൊക്കെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. 1 മന്ത് കഴിഞ്ഞിട്ട് വരാൻ പറയുകയാണെങ്കിൽ ആ 1 കൺസൾട്ടേഷന് തൊട്ടിട്ട് മുന്നത്തെ ദിവസം ടെസ്റ്റ് ചെയ്യണം. 3 മന്തിന് ശേഷമാണ് ഇപ്പം എൻ്റെ കൺസൾട്ടേഷൻ വന്ന്. അപ്പം ഓരോ 3 മന്ത് കൂടുമ്പോഴാണ് ഇപ്പം ടെസ്റ്റ് എടുക്കുന്നത്. നോർമൽ ആയിരിക്കും കേട്ടോ ടെസ്റ്റൊക്കെ. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാവക്ക് ചായ വേണമെന്ന്. അപ്പം ഞാനൊരു കോഫിയും പറഞ്ഞു. ടീ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു മലയാളീൻ്റെ കടയാണ് കേട്ടോ അത്. വീട്ടിൻ്റെ അടുത്ത് എത്താനായി. പക്ഷെ അപ്പോഴേക്കും നിർബന്ധം ഹോട്ടലിൽ പോയി ചായ വേണമെന്ന്. അപ്പോൾ അവിടെ ഒരു മലയാളീസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയതാ. ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അവിടെ. നാട്ടിലൊക്കെ അതുപോലെ പശുക്കൾ പണ്ടൊക്കെ ഉണ്ടാവായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങാടി പശു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോയിരുന്നു. അതേപോലെയാണ് ഇവിടെ. എവിടെ നോക്കിയാലും എപ്പോഴും കാണാം ഒരുപാട് പശുക്കൾ ഇങ്ങനെ റോഡിലൂടെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. നമ്മളുടെ ചായയും കാപ്പിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊതുവെ വീട്ടിൽ ഡെയിലി ചായ കാപ്പി ഈ പരിപാടികളൊന്നുമില്ല. എപ്പോഴെങ്കിലും കുടിക്കണം തോന്നുമ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കും, ഏട്ടന് കാപ്പി ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. വാവയ്ക്ക് ചായയും കാപ്പിയൊന്നും കൊടുക്കാറില്ല, പക്ഷെ ഇഷ്ടമാണ്. വാവൻ്റെ കയ്യിലെന്താ? ഉള്ളിവട നമ്മളവിടെയൊക്കെ പരന്നിട്ടേക്കും. ഇവർ ബോൾ മാതിരിയാണ്. അപ്പോൾ അവർ ഉള്ളി ബോണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ പുറമെ മാത്രം ക്രിസ്പി ആയിട്ട് ഉള്ളിൽ അത്ര ക്രിസ്പിനെസ് ഒന്നുമില്ല. ഉള്ളിലേക്ക് വേവാത്ത പോലെയൊക്കെയാണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത്, ആകൊന്നേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് വാവയും ഞങ്ങൾ 3 പേരും കൂടി അത് കഴിച്ചു. ഇതേമാതിരി ഇത് ഉള്ളിവട ഉരുട്ടിയില്ലേ, ഇതേമാതിരി ഉഴുന്നുവടയും വരെ ഉരുട്ടും. അതാണ് ബോണ്ട. വീട്ടിൽ വന്ന് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. വാവക്കൊന്നും ബ്ലൂ ഡേ ആണ്. അപ്പം ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ ബ്ലൂ ടവൽ, ബ്ലൂ ക്ലോത്ത് ക്ലിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാവൻ്റെ ബാഗ് ഓൾറെഡി ബ്ലൂ ആണ്. ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് സ്കൂട്ടറിലാണ്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ടായിട്ട് വന്ന് വണ്ടി എടുത്തു, സ്ട്രെയിൻ ചെയ്യണ്ട പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്കൂട്ടറിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ ബൈ.